ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഞാൻ എടുത്തില്ലായിരുന്നു. അതാണ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് പുറത്ത് പോയിട്ട് നിന്ന് എടുത്തത്. ഇത് സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ. 5 മിനിറ്റ് കൊണ്ടാണ് ഞാനിത് റെഡി ആയത്. ഹസ്ബൻഡാണെങ്കിൽ ബഹളം വെക്കുമായിരുന്നു, പെട്ടെന്ന് റെഡിയാവും. പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്യണം, എന്തായാലും ഞാനൊരു ലൈറ്റായിട്ടെങ്കിലും മേക്കപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ സ്കിൻ കെയർ ആണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അപ്പർ ലിപ്പിൽ ചെറുതായിട്ട് രോമം വളർച്ചയുണ്ട്. അപ്പോൾ ഞാൻ അലോവേറ ജെല്ലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹെയർ അങ്ങ് റിമൂവ് ചെയ്യാണ് കേട്ടോ റേസർ കൊണ്ട്. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മോയ്സ്ചറൈസർ യെല്ലോ കളറായിട്ടാണ് ഇരിക്കുന്നത്. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാനൊരു 3 ഇയേഴ്സ് കൊണ്ട് ഈ മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് പപ്പായ എക്സ്ട്രാക്റ്റ് വരുന്നതുകൊണ്ടാണ് ഇത് യെല്ലോ കളറായിട്ടിരിക്കുന്നത്. അക്വാളജിക്കയിലെ ഗ്ലോ പ്ലസ് ജെല്ലോ മോയ്സ്ചറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഫ്രഷൊക്കെ ആയി ഷർട്ടെല്ലാം ഇട്ട് റെഡിയായി. എന്നിട്ട് ഞങ്ങളവിടെ വഴക്കാണ്. എൻ്റെ അടുത്ത് ചോദിക്കുക, ഇത് റെഡിയായി കഴിഞ്ഞില്ലേ, എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞ് നമുക്ക് പുറത്ത് പോകണമായിരുന്നല്ലോ. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ സൺസ്ക്രീനാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സൺസ്ക്രീന് ഇവിടെ UAE നിൽക്കുമ്പോൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പുകഞ്ഞിരിക്കും. വെയിലും കൂടെ ഉണ്ട്, നല്ല വെയിലും ചൂടുമാണ് കേട്ടോ. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് സൺസ്ക്രീന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ 2 പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സൺസ്ക്രീന്. അതിൽ ഒന്ന് ഓൾമോസ്റ്റ് ഫിനിഷായി, ഒന്ന് ഇപ്പോഴും ഇരിപ്പുണ്ട്. നാട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ഇത് ഡോക്ടർ ഷെറ്റ്സിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ഇത് മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് കൊണ്ട് യൂസ് ചെയ്യാണ്. എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം തീരാറായി. ഞാൻ നാട്ടിൽ പോയിട്ട് വേണം വീണ്ടും മേടിക്കാൻ. ഇവിടെ നിന്ന് മേടിക്കുന്നത് എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയർ നാട്ടിൽ പോയ സമയത്ത് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ സൺസ്ക്രീൻ ഡെലിവർ ആയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ലെസ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് റിപ്പോർട്ട് കൊടുത്തു, ഇതെന്താണ് ക്വാണ്ടിറ്റി ലെസ് ആണല്ലോ. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്തത് അത് തന്നെയാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും അതിൽ നിന്ന് മേടിക്കത്തില്ല, ഇതാണ്. പക്ഷേ ആ ഡോക്ടർ ഷെറ്റ്സിൻ്റെ സൺസ്ക്രീൻ 2 പാക്കറ്റ് മേടിച്ചത്, അത് 1 വർഷം കൊണ്ട് എനിക്ക് 1 പാക്കറ്റ് യൂസ് ആയിട്ടുള്ളൂ. അപ്പം ക്വാണ്ടിറ്റി സെയിം തന്നെയാണ്, എനിക്ക് തെറ്റുപറ്റിയത്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തത് പ്രൈമറാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് കൺസീലർ ഞാൻ അപ്ലൈ ചെയ്ത് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഡാർക്ക് സർക്കിൾസും ഉണ്ട്, അതുപോലെ പിമ്പിൾ വന്നതിൻ്റെ ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കുന്നത്. BB ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം തീർന്നു പോയി. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിവിടെ സ്പഞ്ച് എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ബ്രഷ് തപ്പിയിട്ട് കണ്ടില്ല, കുറേ നോക്കി അവിടെ ഇവിടെയൊക്കെ. പിന്നെ ഹസ്ബൻഡ് ധൃതിയും കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ കൈ കിട്ടിയത് സ്പഞ്ചാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത്. കഴുത്തിലും കാതിലൊക്കെ ഒരുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഫേസിന് മാച്ചായിരിക്കണം കാതും കഴുത്തും, ഇല്ലെങ്കിൽ രണ്ട് കളറായിട്ടിരിക്കും. വെളിയിൽ ഇറങ്ങുമ്പോൾ നാട്ടുകാർ എന്നെ പറയുക, ഏത് മുഖത്ത് എന്താ പുട്ടി അടിച്ച പോലെ ഇരിക്കുന്നെന്നും പറഞ്ഞിട്ട് കളിയാക്കും. മേക്കപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എപ്പോഴും അല്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ പുറത്തോട്ട് എന്തെങ്കിലും പോകുമ്പോഴോ ആയിട്ട് മാത്രമേ മേക്കപ്പ് ചെയ്യാറുള്ളൂ. പിന്നെ ഓഫീസിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ലൈറ്റ് മേക്കപ്പ്, അതും ഇല്ല, സ്കിൻ കെയർ മാത്രം, ജസ്റ്റ് മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ലിപ് ബാമും പിന്നെ ലിപ്സ്റ്റിക്കും മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തത് കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. എല്ലാം തീർന്നിരിക്കുകയാണ്. ലാസ്റ്റ് കുറച്ച് ഉണ്ടായിരുന്ന പൊടി അതെടുത്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ലിപ് കെയർ ആണ്. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ലിപ് ബാം ഉണ്ട് എൻ്റെ അടുത്ത്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തത് ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക്കും ഞാൻ 3 ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. റിനി ഫാബ് 5-in-1 ലിപ്സ്റ്റിക്കാണ്. ഇതിൽ പല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. ഇതും തീർന്നു പോയതാണ്. ഞാൻ നാട്ടിൽ പോയപ്പോൾ ന്യൂ മേടിച്ചു, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഇതും തീരാറായി. ഇനി നാട്ടിൽ പോകുമ്പം നെക്സ്റ്റ് വീണ്ടും ഓർഡർ ചെയ്യാം. അങ്ങനെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പൊട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എനിക്ക് കറുത്ത പൊട്ടാണ് ഇഷ്ടം, കുഞ്ഞു പൊട്ട്. അല്ലാതെ ഈ ഗ്ലിറ്ററിങ് ഒക്കെ പോലത്തെ പൊട്ടൊക്കെ കാണുമല്ലോ, അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് തന്നെ സിമ്പിളല്ലേ കാണാൻ. ഒരു കാര്യം മറന്നുപോയി ഗൈസ്, കണ്ണെഴുതിയില്ല. കണ്ണ് ഞാൻ എപ്പോഴും ഒന്നും എഴുതി കൊടുക്കാറില്ല. ഇതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ.
അതുപോലെ തന്നെ ഞാനിവിടെ കാജൽ വെച്ചാണ് എഴുതുന്നത്. ഐലൈനർ ഇല്ല, ഐലൈനർ തീർന്നു പോയി. ഒരു ഐലൈനർ ഉണ്ട്, അത് ബ്ലൂ കളറാണ്. അത് നമ്മൾ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചിങ് അല്ലല്ലോ, അപ്പോൾ ബ്ലാക്ക് തന്നെ വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ കാജലെടുത്ത് എഴുതുന്നത്. കാജലായാലും ലിക്വിഡ് ഐലൈനർ ആയാലും മസ്കാര ആയാലും കണ്ണിൽ എന്ത് അപ്ലൈ ചെയ്ത് കൊടുത്താലും എൻ്റെ കൈ വിറയ്ക്കും. അത് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആവും, പിന്നെ മൊത്തത്തിൽ കുളമാവും, പിന്നെ തുടച്ചിരിക്കേണ്ടി വരും. അത് ശ്രദ്ധിച്ച് എഴുതിയില്ലെങ്കിൽ പിന്നെ കാട്ടാളന്മാരെ പോലെ ഇരിക്കും ഫേസ്. ലാസ്റ്റ് മേക്കപ്പ് മൊത്തവും ചെയ്തത് കുളമാവും. അപ്പോൾ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി ഹെയർ ആണുള്ളത്. ഹെയർ കെട്ടൊന്നുമില്ല, ജസ്റ്റ് വിരിച്ചിടുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ഓൾ.